ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ എന്റെ വീടല്ല അത്, ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ്. ഇനിയിപ്പോ അഥവാ കല്യാണം കഴിച്ച് വന്നാൽ പോലും 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കല്യാണം കഴിച്ചാൽ പോലും ആ വീടിനകത്ത് എന്തായാലും ഞാൻ നിൽക്കുന്നത്. നമ്മുടെ രേണുസുതി ചുറ്റി പറ്റിയിട്ട് കുറച്ച് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. KHDC ഫിറോസ് പോയിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുസുതി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല തീരുമാനമാണ്, ആ വീട് ഞങ്ങൾക്ക് ഇനി തിരിച്ച് തന്നേക്കണം, പല പാവപ്പെട്ട ജനങ്ങൾക്കും അത് കൊടുക്കാം എന്നുള്ള രീതിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതാണ്. ഫിറോസിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഓഡിയോയും കൂടി ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വെച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ന് പുള്ളിക്കാരത്തി ഏതോ ഒരു ഇനാഗ്രേഷനോ കാര്യങ്ങൾക്കോ അങ്ങോട്ട് പോയ സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ചെലവിന് തരുമല്ലോ എനിക്ക്. കുറെ നാളും കൂടെ കഴിയുമ്പോൾ ഞാൻ വയ്യാണ്ടായി അല്ലെങ്കിൽ ഞാൻ കിടപ്പിലായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരൊക്കെയാണ് എനിക്ക് ചെലവിന് തരേണ്ടത്. കാരണം എല്ലാവർക്കും എന്താ പറയാ നോക്കാം നമ്മള്. ഇനിയും വന്നിരുന്ന് എനിക്ക് ചെലവിന് തരുമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെലവിന് തരുമോ എന്നൊരു ഡയലോഗ് നിങ്ങൾ പറയരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബാങ്കിലുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ വന്ന് ഇങ്ങനൊരു ഡയലോഗ് അടിക്കുന്നത്? പണ്ടൊക്കെ ഈ ഒരു സംഭവം ആൾക്കാർ വിശ്വസിക്കുമായിരുന്നു, പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യരും വിശ്വസിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഏജൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ലായിരിക്കും നോക്കാം. മക്കളുടെ ലൈഫ് നോക്കും. അപ്പം ഞാൻ അങ്ങനെ കിടക്കുമ്പോഴത്തേന് ഇവരായിരിക്കും എന്നെ വന്ന് നോക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നതാണ്. അതാവണം. അതുകൊണ്ടായിരിക്കില്ല അവരിങ്ങനെ വാശി പിടിക്കുന്നത്. എന്തിനാ കെട്ടായിരിക്കും. രേണുസുതി കല്യാണം കഴിക്കാതിരിക്കുകയോ ചെയ്യുക, അത് രേണുസുതിയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അത് മാത്രമല്ല, രേണു കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വീഡിയോയ്ക്കകത്ത്. അല്ലാതെ എപ്പോഴും വിധവകളുടെ കണക്ക് ഇങ്ങനെ നടക്കരുത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതാണ് നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. അതായത് വെറുതെ ആ ഒരു പുള്ളിക്കാരൻ്റെ പേരും പറഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് വളരെ തെണ്ടിത്തരമാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബാക്കിയുടെ പറ. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ. ഞാൻ കെട്ടാൻ പോകുന്നൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല, കെട്ടിയിട്ടുമില്ല ഞാൻ ഇതുവരെ. ഇപ്പോഴും കൊല്ലം സുധിച്ചേണ്ട വൈഫ് തന്നെയാണ് ഞാൻ എങ്ങും പോയി രഹസ്യത്തിലും കെട്ടിട്ടില്ല, പരസ്യത്തിലും കെട്ടിയിട്ടില്ല. ഇപ്പോഴും നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ട് നമ്മള് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂല് പറയും. അതാണ് ഞാൻ പറയും. ഇപ്പൊ 2 വർഷം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചാലില്ലെങ്കിലും ഇവരാരും അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവരെ എനിക്കൊന്നും എഴുതി തന്നിട്ടുമില്ല. ആ പിള്ളേരുടെ പേരിലാണ് എഴുതി കൊടുത്തത്. മനസ്സിലായി? അത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കാതെ. ആ പിള്ളേരുടെ പേരിലാണ് എഴുതി കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങളുടെ മക്കളായിട്ടല്ലേ നിങ്ങളത് കാണുന്നത്. ഇളയ കുട്ടി നിങ്ങളുടെ മകൻ തന്നെയാണ്. കിച്ചുവിൻ്റെ അമ്മയാണ് ഇവിടെ മരിച്ചു പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഡയലോഗ് നിങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. അത് മാത്രമല്ല, പുള്ളിക്കാരത്തിയുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരത്തി ഈ കൊച്ചുങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഭയങ്കര അന്യരോടെ പെരുമാറുന്ന രീതിയിലോട്ടാണ് പറയണത്. ആകെ ഒരു കുട്ടിയെ എങ്ങാണ്ടുണ്ട് അവിടെ, ആ ഒരു കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീട്ടിലോട്ട് പോകുന്നത്. അതായത് ആ കൊച്ചിനെ നോക്കാൻ പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. കഴിഞ്ഞ വട്ടം ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടായിരുന്നു 1-2 വട്ടം ചൈൽഡ് ലൈനിൽ കയറി ഇറങ്ങിയത്. അതിൽ ബാക്കിയോടെ പറ. ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം. എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ വീട്ടിൽ ആരുമല്ല. ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാരും എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ്. പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടോ. ആ ഇളയ കുട്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനും എൻ്റെ വീട്ടുകാരും അവിടെ നിൽക്കുന്നതെന്ന്. ആദ്യമേ ഞാനെന്ന് പറഞ്ഞു, അതിനുശേഷം വീട്ടുകാരുടെ പണ്ടലോട്ടങ്ങ് ആക്കി. നിങ്ങളുടെ കുട്ടിയാണ് അത്, അതിൻ്റെ എങ്കിലും ഒരു മര്യാദ നിങ്ങൾ കാണിക്കുക. എനിക്ക് ഇതിൽ കൂടെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ താഴെ കുറേ എണ്ണം വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ രേണു ഞങ്ങൾ സപ്പോർട്ടാണ്, രേണു പറഞ്ഞത് വളരെ സത്യമാണ്. ആ കൊച്ചുങ്ങളുടെ കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. രേണു കല്യാണം കഴിക്കാതിരിക്കുമോ എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഈ കുട്ടികളുടെ കേസിൽ ഇങ്ങനെയാണോ വന്നിരുന്ന് സംസാരിക്കേണ്ടത്? നിങ്ങളുടെ കൊച്ചല്ലേ അത്? അത് സുധിച്ചേണ്ട കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും? 5-6 വയസ്സ് തികഞ്ഞ കുട്ടീനെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ അവകാശപ്പെട്ട വീടേ അല്ല അത്. സുധിച്ചേട്ടൻ്റെ കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു അവകാശവും ഇല്ലേ? നിങ്ങൾ സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു അവകാശവും നിങ്ങൾക്കില്ലേ? എന്തൊരു പൊട്ടത്തരങ്ങളാണ് ഇവർ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഫിറോസ് അങ്ങനെ വന്നിരുന്ന് കമൻറ്റ് ഇട്ട്, അത് ശരിയാണ്. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഫിറോസ് അത് അങ്ങനെ പറയാൻ പാടില്ല. കാര്യം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ആരെ കല്യാണം കഴിക്കാതിരിക്കുകയോ. പക്ഷേ ഇവിടെ രേണു പറയുന്ന ചില വാക്കുകളാണ് ഇവിടെ ഒരു മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത്. രേണു എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ 2 പേരുടെയും കുട്ടിയാണ് ഈ പറയുന്ന ഋതപ്പൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കത് നോക്കാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ലെങ്കിൽ നിങ്ങൾ ചൈൽഡ് ലൈനിലാണ് ആ കൊച്ചിനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അവർ വളരെ വൃത്തിയായിട്ട് ആ കൊച്ചിനെ നോക്കിക്കോളും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെയുള്ള ഡയലോഗ് പറയരുത്. ഇനി നിങ്ങൾക്ക് ആ ഒരു വീട്ടിൽ നിൽക്കാൻ യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതായത് നാണം കെട്ട് ഞാൻ എന്തിനാണ് ഈ ഒരു വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ള രീതി നിങ്ങൾ ചോദിക്കുന്നത്. ഒരു സമയത്ത് രേണുവിൻ്റെ ഇൻ്റർവ്യൂവിൽ രേണു വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാടക കൊടുക്കാൻ പൈസയില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണമെന്ന്. രേണുവിന് ഓർമ്മ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ രേണുവാണ് ഇപ്പം വന്ന് പറയണത് എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടി ഈ വീട്ടിൽ നിൽക്കുന്നതെന്ന്. ഒന്നും പറയാനില്ല. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ എന്റെ വീടല്ല അത്, ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ്. ഇനിയിപ്പോ അഥവാ കല്യാണം കഴിച്ച് വന്നാൽ പോലും 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കല്യാണം കഴിച്ചാൽ പോലും ആ വീടിനകത്ത് എന്തായാലും ഞാൻ നിൽക്കുന്നത്. അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇനിയിപ്പം ദുബായിൽ വേണമെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വസ്തു മേടിച്ച് വീട് വെക്കാം.
കാര്യം പൈസ ആയല്ലോ, ഇനിയിപ്പോൾ ആരുടെയും പുറകെ പോയി താങ്ങേണ്ട ആവശ്യമില്ല. എന്തുവാടേ ഇതൊക്കെ? ഒരു മനുഷ്യന് എത്രത്തോളം മാറാൻ പറ്റുന്നോ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് രേണുസുതി. എന്തായാലും ബിഗ് ബോസിൽ പോയി അത്യാവശ്യം ഫെയിമായി, നല്ല നല്ല വർക്കുകളുണ്ട്, പുതിയ വണ്ടികൾ എടുക്കുന്നു, മാനേജേഴ്സ്, അതായത് ദുബായിൽ മാനേജറുണ്ട്, നാട്ടിൽ മാനേജറുണ്ട്. അപ്പോൾ പിന്നെ വീടിൻ്റെ ആവശ്യം എന്താണ്? ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിർത്തും, പോരെ അതുപോലെ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നല്ലോ. അപ്പം ഫിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാലും കഴിച്ചാൽ ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കത്തില്ല. എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിൽക്കത്തില്ല. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ എന്തായാലും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് ശരിക്കും എന്താണെന്നറിയോ? ഈ പുള്ളിക്കാരത്തിക്ക് ഒരു കല്യാണാലോചനയും വന്നിട്ടില്ല, പുള്ളിക്കാരത്തി ഒരു റിലേഷൻഷിപ്പിലും അല്ല. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ട് ഈ കല്യാണ കേസ് വലിച്ചിടുവാണ്, വെറുതെ റീച്ചിന് വേണ്ടിയിട്ട്. പുള്ളിക്കാരത്തിക്ക് അറിയാം കല്യാണം കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആവുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിശ്വസിക്കാൻ കുറേ വിഡ്ഢികളായിട്ടുള്ള കുറച്ച് ജനങ്ങൾ. ഇപ്പൊ എന്തായാലും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഇത്രയും വായിന്ന് കേട്ട് നിൽക്കുന്ന തന്നെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ, ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ കുഞ്ഞിനെ നോക്കാം, അപ്പൊ വേറെ അടുത്ത കണ്ടന്റ് വരാം. ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തോ നോക്കുന്ന ആ കുഞ്ഞിനെ? നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങളുടെ ബന്ധുക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെയാണ് നോക്കുന്നതെന്ന്. നിങ്ങൾ ബിഗ് ബോസിനകത്ത് കിടന്ന് എന്തോ ഒരു നാടകമായിരുന്നു. എനിക്ക് എൻ്റെ കൊച്ചിനെ കാണണം, എൻ്റെ കൊച്ചിനെ കാണാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ താളമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമായി ഇനി നിങ്ങൾ എത്രത്തോളം കിടന്ന് ന്യായീകരിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആ കൊച്ചിനെ നോക്കാനായിട്ട് യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ചൈൽഡ് ലൈനിൽ കേസ് കൊടുക്കാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പം അങ്ങേയറ്റം ചട്ടത്തരമാണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ബാക്കിയോടെ പറ. കുഞ്ഞിനെ നോക്കാൻ സമയമില്ല, അവളോട് ഒന്നുമല്ല. എന്റെ കുഞ്ഞുങ്ങളെ രണ്ട് ഇതുവരെ എത്തിച്ചത്, ഇതുവരെ നോക്കിയത് രേണുസുതി തന്നെയാണ്, മനസ്സിലായോ? അപ്പം ആ വീട്ടില് എനിക്ക് അവകാശമില്ല, അത് ഉറപ്പാണ്. പക്ഷെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ട് മാത്രം ഞാൻ നിൽക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ അഥവാ ഈ ഫിറോസിക്കാരുടെ ടെൻഷൻ കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ കെട്ടിയനെ കൊണ്ട് അവിടെ നിൽക്കുന്ന അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഓർത്ത് പേടിക്കേ വേണ്ട. അത്രേ ഉള്ളു ഇതിനകത്ത്. അല്ല, രേണുസുതി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പിള്ളേരെ പഴയ പോലെ നോക്കാൻ കഴിയില്ല എന്നുള്ള കമന്റ് ബോക്സിൽ ഒരുപാട് വരുന്നുണ്ട്. ഇരുന്നവരല്ലോ എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ ഇതുവരെ നോക്കുന്നുണ്ടെങ്കിൽ നീ കല്യാണം കഴിച്ചാലും ഇല്ലേലും ഞാൻ തന്നെ നോക്കിയത്. അല്ല, കല്യാണം കഴിക്കുന്ന വ്യക്തി ഏത് രീതിയിലാണ് ചിലപ്പോൾ ആ രീതിയിൽ. ഞാൻ എന്തായാലും കല്യാണം കഴിക്കുന്ന വ്യക്തി ഇപ്പം അഥവാ ഇപ്പൊ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരു ബന്ധം വന്നാൽ പോലും ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്റെ കുഞ്ഞുങ്ങളെ നോക്കും. അതാണ് ആദ്യം ഞാൻ കൊടുക്കുന്ന ഡിമാൻഡ്. അവർക്ക് സമ്മതമാണ്, അവർ കെട്ടിട്ട് ഇല്ലെങ്കിൽ വേണ്ടെന്ന് അത്രേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ജീവിക്കും. ഇവർക്ക് ഈ പറയുന്ന യാതൊരുവിധ അറ്റാച്ച്മെൻറ്റ്സും ഇല്ല പിള്ളേരുടെ അടുത്ത്. ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. വെറുതെ അനാവശ്യമായിട്ട് ഇല്ലാത്തൊരു കല്യാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇനി വേറെ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറയൂടെ ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്, അങ്ങനെയാണോ പറയണത്? സ്വന്തം മകനല്ലേ അത്? അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമോ? ഇനി ഇതിനൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്ന കുറേ അന്ധമായിട്ടുള്ള ആൾക്കാരുണ്ട്. നിന്നോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമാണ്. ഇപ്പോഴും പുള്ളിക്കാരത്തി എന്താണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതെന്ന് ഉള്ളൊരു ബോധം പോലും നിങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല. ഈ വീടിന്റെ പേരും പറഞ്ഞ് പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഫിറോസ്? ഒരു പരിധി വരെയാണ് തോന്നുന്നത്. കാരണം ഞാനൊന്നും മിണ്ടാതിരിക്കും തോറുമാണ് ഇവരൊക്കെ ഈ പിന്നെയും ഈ പറയുന്നത്. ഞാൻ കമന്റിലൂടെയാണ് പുള്ളിയുടെ ഒറിജിനൽ അക്കൗണ്ടിൽ തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചല്ലേ, ഞാൻ പ്രതികരിക്കത്തില്ല, മനസ്സിലായോ? ഇതിനടുത്ത ചൊറിയാൻ എന്തായിരിക്കുന്നത്? ആളുടെ ഫാമിലിയിൽ ആരെയും ഞാൻ കെട്ടുമെന്നും പറഞ്ഞിട്ടില്ല, ആളെ കെട്ടുമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ആൾക്ക് ചൊറിയാൻ എന്താണ് ഇരിക്കുന്നത്? ആളെ എനിക്കൊന്നും തന്നിട്ടില്ല. രേണുസുതി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെ ഒറിജിനൽ നെയിം, ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ. അത് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. രേഷ്മ പി തങ്കച്ചന്റെ പേരിൽ ഒന്നും ഇവര് തന്നിട്ടില്ല, അല്ലെ രേണുസുതിയുടെ പേരിൽ ഒന്നും ഇവര് തന്നിട്ടില്ല. ആരും ഒന്നും തന്നിട്ടില്ല അതിനകത്ത് എഗ്രിമെന്റ്. ഞാൻ ആ കൊച്ചിന് വേണ്ടിയിട്ട് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. കൊച്ചിന് വേണ്ടിയിട്ട് നിൽക്കുന്നു, അത്രേ ഉള്ളെന്ന് ഒന്നും പറയാനില്ല. എന്തായാലും പുള്ളിക്കാരത്തിയുടെ പേരിൽ ഒന്നും കൊടുക്കാത്തതിൻ്റെയാണ് ഒന്ന് വിഷമം. എന്തിനാണ് പുള്ളിക്കാരത്തിയുടെ പേരിൽ കൊടുക്കുന്നത്? ആ മക്കളുടെ പേരിലല്ലേ കൊടുക്കേണ്ടത്? അതല്ലേ അതിൻ്റെ ഒരു രീതി അനുസരിച്ച്. ആ കൊച്ചുങ്ങളുടെ വിഷമവും സങ്കടവും കണ്ടിട്ടായിരുന്നു ആൾക്കാർ എല്ലാവരും ഈ പറയുന്ന പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനിയും തീർന്നിട്ടില്ല, ഇനിയുണ്ട്, ബാക്കിയോടെ കേൾക്കാം. ഇല്ലില്ല, അങ്ങനൊന്നുമില്ല, ഉടനൊന്നുമില്ല. ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ പ്രണയമുണ്ടോന്നൊക്കെ ഞാൻ ചിരിച്ചോണ്ട് സംസാരിക്കും. പിന്നെ പ്രണയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ലേ. പിന്നെ ഇന്റർവ്യൂവിനൊക്കെ പറയുന്ന കേട്ടിട്ടാവാം അങ്ങനെ ഒരു പുള്ളി പ്രസ്താവന എടുത്തത്, എനിക്കറിയില്ല. ഈ ഒരു വീഡിയോക്കകത്ത് രേണു പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ? അതായത് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടൊക്കെ ഞാൻ അതിന് മറുപടി കൊടുത്തതിൻ്റെ പേരിലായിരിക്കും ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ രേണുസുതിയെ ചുറ്റി പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞേക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾ ആ വീട്ടിൽ താമസിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ, ഇതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്.
പക്ഷേ ആ കുട്ടികളുടെ കാര്യം നിങ്ങൾ സംസാരിക്കുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടല്ല. പ്രത്യേകിച്ച് ആ ഇളയ കൊച്ചിൻ്റെ കാര്യം. മൂത്ത പയ്യൻ എന്തായാലും 10-24 വയസ്സായി. അപ്പോൾ അവൻ്റെ കാര്യങ്ങളായിട്ട് അവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വരാറ് പോലുമില്ല. അവിടെ വേറെ ആൾക്കാരാണ് അതിന് പകരമായിട്ട് വന്ന് താമസിക്കുന്നത്. അതൊന്നും ഞാൻ എടുത്തു വെച്ച് പറയുന്നില്ല. പക്ഷേ ആ ഇളയ കുട്ടിയുടെ കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.